ശരി ശരി ഉല്ലാസ് ബാബു, ഇവിടെ ബ്രിജ്ഭൂഷൺ യാദവിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രജ്വൽ രേവണ്ണ ഈ പറയുന്ന വേട്ടക്കാരനെന്ന് അറിഞ്ഞുകൊണ്ട് JDU സീറ്റ് കൊടുക്കുമ്പോൾ തടയാതിരുന്ന കാര്യത്തിലെ സമീപനം ഉണ്ടാവില്ല എന്നാണ് VR അനുവിന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കൊത്ത കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ വ്യക്തമാകുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഒരു കേസ് വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു, അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. എന്താണ് VD സതീശൻ ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറത്തേക്കുള്ള രാജിയല്ലാതെ നിവർത്തിയില്ല എന്ന സന്ദേശം കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പുതിയ കീഴ്വഴക്കമാണ്. ശ്രീ ഉല്ലാസ് ബാബു, നിങ്ങളൊന്നും കാണിക്കാത്തൊരു കീഴ്വഴക്കം. അല്ല, കേരളത്തിലെ ഇന്ന് ഹാഷ്മിയെ പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് വളരെ കൃത്യമായിട്ടറിയാം, ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇപ്പം പുറത്തു വന്നു എന്ന് മാത്രം. പുറത്തു വരാതെ എത്ര വർഷം മുൻപ് ഈ വക അഭ്യാസങ്ങളും സൂത്രപ്പണികളുമായി നടന്നിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇത് ഇവരുടെ നേതാക്കന്മാർക്ക്, VD സതീശന് അറിയാത്ത ആളാണ്, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാത്ത ആളാണ്, ഷാഫി പറമ്പിൻ്റെ ഇതിൻ്റെ എല്ലാ ജാതകവും വളരെ കൃത്യമായിട്ട് അറിയാമെന്ന്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാലക്കാട് ജനങ്ങളുടെ മുൻപിൽ ഇവർ കെട്ടിയിറക്കിക്കൊണ്ട് വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞ് തീർത്ത് ഈ ജനങ്ങളെ പറ്റിച്ചത് മുഴുവൻ. എന്നിട്ട് ഇന്നെന്താണ് കണ്ടത്? ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, അനൂപ് പല വിഷയങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു മാറിപ്പോകുന്നത്? അനൂപ് സ്ലിപ്പാവുകയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെ പ്രായോഗിക പ്രശ്നം ഉണ്ടാവാം. പക്ഷേ ഒരു രാഷ്ട്രീയത്തിൽ അദ്ദേഹം MLA ആണല്ലോ, ജനപ്രതിനിധിയാണല്ലോ. അദ്ദേഹം ആദ്യം ഇവരെന്താ പറഞ്ഞത്? ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ് പറഞ്ഞത്, പരാതിയില്ല. പരാതിയില്ലെങ്കിൽ എന്തിനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയത്? പരാതിയില്ലെങ്കിൽ എനിക്കെതിരെ പരാതിയൊന്നുമില്ലല്ലോ, ആരോപണം ഞാൻ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ഇവർക്കത് വളരെ കൃത്യമായിട്ട് അറിയാം, അത് ചെറിയ കാര്യമല്ല എന്നും ഇതൊക്കെ ഈ വിദ്വാൻ ചെയ്തു കൂട്ടുന്ന പരിപാടിയാണെന്നും ഈ വിദ്വാന് നല്ല പ്രാന്ത്, ഇതേത് പ്രാന്താണെന്ന് ഈ മാധ്യമത്തിന് മുമ്പിൽ പറയാൻ സാധിക്കാത്തതാണ്. അവൻ്റെ വേഷം കെട്ട് എന്താണ് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഒരുവിധം പരസ്യമായ രഹസ്യവുമാണ് അതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വലിയ ജനപ്രതിനിധി വേണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പരാതി കിട്ടിയിട്ടില്ലല്ലോ എന്ന സാങ്കേതികത പറയാമായിരുന്നല്ലോ താങ്കൾ തന്നെ പറയുകയാണ്. ആ സാങ്കേതികത പറയാൻ പോസിബിലിറ്റി ഉണ്ടാകുമ്പോഴും ആ സാങ്കേതികത പറയാതെ പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് പുറത്തുവിടല്ലേ ചെയ്തത്? അങ്ങനെയല്ല ഹാഷ്മിയ പറഞ്ഞ വാക്കുകൾ ഒന്നും കൂടി തിരിച്ചെടുത്താൽ ഞാൻ അതിൻ്റെ കൃത്യമായ മറുപടി പറഞ്ഞുതരാം. അവർക്ക് ആ സാങ്കേതിക പറഞ്ഞ് നിർക്കാൻ സാധിക്കാത്ത വിധം ഈ വിഷയം വഷളായി എന്നുള്ളത് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അയാളെ പുറത്താക്കിയത്. ആ പുറത്താക്കുന്ന സമയത്ത് അയാൾ ജനപ്രതിനിധിയാണ്. യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത് ജനപ്രതിനിധിയെ ആദ്യം ഏതാണ് ചെയ്യേണ്ടത്? അയാളുടെ പാർട്ടി കാര്യമാണ്. അയാൾ പുറത്താക്കുന്നോ അല്ലെങ്കിൽ അവരുടെ ഇൻറ്റേർണൽ കാര്യമാണ്. അവരെ ചുമക്കണോ, കൊണ്ട് നടക്കണോ, ചവിട്ടി പുറത്താക്കണോ എന്നുള്ളത് അവരുടെ പാർട്ടി കാര്യമാണ്. പക്ഷേ ജനപ്രതിനിധിയായിരിക്കുന്ന വ്യക്തി, പാലക്കാടിൻ്റെ ജനപ്രതിനിധി ആയിരുന്ന വ്യക്തി, ആ ജനങ്ങളോട് ഒരു നീതി കാണിക്കണ്ടേ, ഈ സമൂഹത്തിനോടൊരു നീതി കാണിക്കണ്ടേ? അയാൾ ചെയ്തു കൂട്ടുന്ന പരിപാടി എന്താണ്? ഇപ്പോൾ ഇന്നത്തെ വോയിസിൽ അല്ലെങ്കിൽ ഇന്നത്തെ പുറത്ത് വന്ന സംഭാഷണത്തിൽ എന്താണ് ഹാഷ്മി ഒരു വ്യക്തിയാണ്, ഞാനൊരു വ്യക്തിയാണ്, മാധ്യമപ്രവർത്തനം എന്നുള്ളത് മാറ്റി നിർത്തി ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? പരമാവധി കലക്കി നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് നടക്കുന്നില്ല, നടക്കുന്ന സമയത്ത് കരഞ്ഞു നോക്കുന്നു, കരഞ്ഞ സമയത്ത് നടക്കുന്നില്ല. ബാക്കി ചാറ്റുകളൊക്കെ പോട്ടെ, ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കുക എന്ന് പറയുന്ന സമയം അല്ലെങ്കിൽ തന്നെ അവർ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള സമയമാണ്, അല്ലെങ്കിൽ തന്നെ ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. ആ സമയത്ത് പിതാവാരെന്ന് പുറത്തു പറയാൻ കഴിയാത്ത വണ്ണം വയറ്റിലൊരു കുട്ടി വളരുന്ന സമയത്ത്, വീട്ടിലെന്ത് പറയുമെന്ന് ആദ്യം നിൽക്കുന്ന സമയത്ത്, നാട്ടുകാരെന്ത് പറയുമെന്ന് വേദന നിൽക്കുന്ന സമയത്ത്, അതേസമയം സ്വന്തം വയറ്റിൽ വളരുന്ന ഈ പറയുന്ന നാഥനില്ലാത്ത കുഞ്ഞിനോട് ആത്മബന്ധമുള്ള ഒരു മാതൃസഹജമായ സ്നേഹം നിൽക്കുന്ന സമയത്ത് ഞാനെഴുതുക നീ കാര്യം നോക്കിപ്പോ, അല്ലെങ്കിൽ ഈ പറയുന്ന കൊല്ലാൻ സെക്കൻഡുകൾ മതി എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, അത് അങ്ങേയറ്റം ഒരു ക്രൂരന് മാത്രമേ പറയാൻ കഴിയൂ. കോൺഗ്രസിൻ്റെ ഒരു MLA ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു പെൺകുട്ടിയോട്, ആ പെൺകുട്ടി കൃത്യമായി അതിൽ പറയുന്നില്ലേ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് കൊല്ലാൻ ഒരു സെക്കൻഡ് മതി അല്ലെങ്കിൽ എത്ര സമയം മതി എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. എന്തിനാണ് ആ കുട്ടിയെ കൊല്ലുന്നത്? ഇവനോട് എന്തെങ്കിലും ഉപദ്രവം കാണിച്ചോ? ഇവൻ അവിടെ പോയിട്ട് വേഷം കെട്ട് കാണിച്ചിട്ട് അഭ്യാസം മുഴുവൻ ഒപ്പിച്ച് വെച്ച്, സൂത്രക്കെട്ടുകൾ മുഴുവൻ ഒപ്പിച്ച് വെച്ച്, അത് കഴിഞ്ഞ് വേണ്ട രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആ കുട്ടി നിന്നു കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് ആ കുട്ടി, ഒരു ചെറിയ കുട്ടി, അതിൻ്റെ വയറ്റിൽ വളരുന്നു. സ്വാഭാവികമായിട്ട് അത് വീട്ടിലറിയാത്ത കാര്യം, നാട്ടിലറിയാത്ത കാര്യം, അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് മാനസിക സംഘർഷത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇയാൾ വിളിച്ചു പറയുന്നത് എന്താണ്? കൊല്ലാൻ എത്ര സമയം വേണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, പിന്നെ കാണണമെന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ കൃത്യമായിട്ടൊരു ക്രിമിനൽ മൈൻഡാണെന്ന്.
ആദ്യം KPCC ഓഫീസ് ഒരു കാര്യം ചെയ്യേ, ഇവന് ആവശ്യമായിട്ടുള്ള മരുന്ന് കൊടുക്കുക. അത് ചൂരൽ കൊണ്ടുള്ള മരുന്നാണെങ്കിലും അതിനിപ്പോൾ മെഡിസിൻ ആണെങ്കിലും. ഇവന് പ്രാന്തും ഉണ്ട്, ഇവന് വേറെ പ്രാന്താണെന്ന്, കാമപ്രാന്തം മൂത്ത് വാട്ടായിട്ട് ഇവന് കാണുന്നവർക്ക് മുഴുവൻ മെസ്സേജ് അയച്ചു കൊടുക്കുന്ന പരിപാടികൾ, എല്ലാവർക്കും ഹായ് വിടുക. പിന്നെ ഞാൻ കൂടുതലേക്ക് പറഞ്ഞു കഴിഞ്ഞ വാക്കിൽ നിന്ന് ചില സമയത്ത് സ്ലിപ്പ് വരണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ഹാഷ്മിയെ. ഇവനെ പോലെയുള്ള ആളുകൾ നല്ല നടുവിൽ കേട്ടിട്ട് അടിക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ട് അവർ അനുഭവിക്കുന്ന ഒരു വേദന നമുക്ക് ഇറങ്ങിപ്പോയുള്ള ചികിത്സ, അത് രാഹുലിന്റെ വ്യക്തിപരമായ കാര്യം. നന്നാവണം, അല്ലെങ്കിൽ നേരത്തെ ആദ്യത്തെ റിനിയാൻ ജോർജ് എന്ന് പറയുന്ന ആ പെൺകുട്ടി പറയുന്നത് പോലെ ഈ പറയുന്ന റിഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ആത്മനവീകരണത്തിന് തയ്യാറെങ്കിൽ അതൊക്കെ രാഹുലിന്റെ വ്യക്തിപരമായ കാര്യം. അത് കേരളത്തിന്റെ ബാധ്യതയല്ല.